Hi all, welcome to Chemagilam Field the Chemistry. Now we Forensic Science Laboratory Scientific Assistant Chemistry in the previous question paper ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ 46 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 47th ക്വസ്റ്റ്യൻ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഐസോസ്ട്രക്ചറൽ വിത്ത് H2O, NO2, H2S, C2, H2. അപ്പോൾ ഐസോസ്ട്രക്ചറൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those species who have same shape and hybridization. അതായത് ഷേപ്പും ഹൈബ്രിഡൈസേഷനും സെയിം ഉള്ളതിനെയാണ് നമ്മൾ ഐസോസ്ട്രക്ചറൽ കോമ്പൗണ്ട് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു VSEPR തിയറി വെച്ചിട്ട്. അതുപോലെ ആ ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഷേപ്പ് എങ്ങനെ പറയാം? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഷേപ്പ് ലീനിയർ ആണ്. H2O, NO2, H2S അതിൻ്റെയൊക്കെ ഷേപ്പ് ബെൻഡ് ആണ്. അപ്പോൾ ഇതിൽ ലീനിയർ ഷേപ്പ് ഉള്ളതാകെ C2H2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഐസോസ്ട്രക്ചറൽ വിത്ത് C2H2. According to Wade's rule, C2B4H8 adopt closed structure, arachnostructure, nidostructure, hypostructure. അപ്പോൾ നമ്മൾ വേഡ്സ് റൂൾ വെച്ചിട്ട് ഇലക്ട്രോൺ പെയർ കണ്ടുപിടിക്കും. ആ പെയർ വെച്ചിട്ടാണ് നമ്മൾ ഏത് സ്ട്രക്ചറാണ് ഏത് ഫോം ഓഫ് സ്ട്രക്ചറാണെന്ന് പറയുക. അപ്പോൾ വേഡ്സ് റൂളിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ന് വെച്ചാൽ വാലൻസ് ഇലക്ട്രോൺ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് എത്ര BH യൂണിറ്റ് ഉണ്ടോ ആ ഒരു BH യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. സ്കെലിറ്റൽ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. അതുപോലെ സ്കെലിറ്റൻ ഇലക്ട്രോൺ പെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ പെയർ എന്ന് പറയുന്നത് N+1 ആണെങ്കിൽ ക്ലോസോ എന്ന് പറയും, N+2 ആണെങ്കിൽ നിഡോ, N+3 ആണെങ്കിൽ അരാക്നോ, N+4 ആണെങ്കിൽ ഹൈപ്പോ. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് BnHn2- അല്ലെങ്കിൽ BnHn+2 എന്ന് പറഞ്ഞാൽ ക്ലോസ് സ്ട്രക്ചറാണ്. അതേപോലെ BnHn4- അല്ലെങ്കിൽ BnHn+4 എന്ന് പറയുന്നത് നിഡോ ആണ്. BnHn6- അല്ലെങ്കിൽ BnHn+6 എന്ന് പറയുന്നത് അരാക്നോ, BnHn8- BnHn+8 എന്ന് പറയുന്ന ഹൈപ്പോ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന് ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ വെച്ചാൽ അത് ചെയ്യുക. അപ്പോൾ ഇതിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ കാർബൺ എന്ന് പറയുന്നത് BHന് ഇക്വലൻ്റ് ആണ്. അതായത് കാർബണിൻ്റെ വാലൻസിൽ 4 ഇലക്ട്രോൺ ആണ്, ബോറോണിൻ്റെ 3 ആണ്, 3+1 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്. അങ്ങനെയാണ് നമ്മൾ കാർബണിന് BH എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് തന്നത് C2B4H8 ആണ്. അപ്പോൾ അത് കാർബണിന് എന്ത് ചെയ്യുക BH വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് B6H10 കിട്ടി. അത് ഏത് ഫോമിലാണ് ഉള്ളത്? BnHn+4. അപ്പം നിഡോ സ്ട്രക്ചറിന് നമുക്ക് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ നമുക്ക് റൂള് വെച്ച് പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2 കാർബണാണുള്ളത്. ഒരു കാർബണിൽ 4 അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ വരുന്നത്. പിന്നെയുള്ളത് 4 ബോറോൺ ആണ്. അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, 8 ഹൈഡ്രജൻസ് ഉണ്ട്. അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 1 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് വരും? 28 ഇലക്ട്രോൺസ് വരും. ഇനി നമ്മളതിൻ്റെ BH യൂണിറ്റ് എത്രയുണ്ട് എന്ന് കാണണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര BH ഉണ്ട് എന്ന് വെച്ചാൽ BH എന്ന് പറയുന്നത് 6 എണ്ണാണുള്ളത്. 6 BH യൂണിറ്റും എക്സ്ട്രാ 4 ഹൈഡ്രജൻസും ആണുള്ളത്. അപ്പോൾ BHന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു BH 2 ഇലക്ട്രോൺ തരുന്നു എന്നുള്ള രീതിയിൽ ടോട്ടൽ ഇലക്ട്രോൺസ് എത്ര വരും? 12 വരും. ഇനി നമ്മൾ സ്കെലിറ്റൻ ഇലക്ട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോട്ടൽ വാലൻസ് ഇലക്ട്രോണിനെ BH യൂണിറ്റ് വെച്ച് മൈനസ് ചെയ്യാം. അപ്പോൾ 60 എന്ന് കിട്ടി നമുക്ക്. അത് കഴിഞ്ഞ് സ്കെലിറ്റൻ ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞു. അപ്പോൾ പെയർ എന്ന് പറയുമ്പോൾ 2 അല്ല. അപ്പോൾ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 8 എന്ന് കിട്ടി. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 6+2. കാരണം ഇവിടെ ഓവറോൾ എത്ര ബോറോൺ അല്ലെങ്കിൽ കാർബണും ബോറോണും മാത്രം നോക്കിക്കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 2 കാർബൺ 4 ബോറോൺ അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് BHലോട്ട് കൺവേർട്ട് ചെയ്താൽ 6 ബോറോൺ. അപ്പോൾ നമ്മുടെ N എന്ന് പറയുന്ന നമ്പർ 6 ആണ്. അപ്പോൾ 6+2 എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 6+2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? നിഡോ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഏതാണ്? നിഡോ സ്ട്രക്ചറാണ്. വേഡ്സ് റൂൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. വിച്ച് ഈസ് മോർ ബേസിക്? പിരിഡിൻ, പിരിമിഡിൻ, പൈറോൾ, പിപ്പിരിഡിൻ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ 5 മെമ്പേർഡ് റിങ്ങും അതുപോലെ 6 മെമ്പേർഡ് റിങ്ങിൻ്റെ എല്ലാം സിന്തസിസ്, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് റിയാക്ഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ വിച്ച് ഈസ് മോർ ബേസിക്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കാം. അപ്പോൾ ഈ പിപ്പിരിഡിൻ ഒഴികെ ബാക്കി എല്ലാത്തിലും sp2 ആണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ടെങ്കിൽ അതാണെന്ത്?
മോർ ബേസിക്. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക് ഉള്ളത് പിപ്പെരിഡിനാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ആ വീഡിയോ പോയിട്ട് കാണാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോറോപിക്രിൻ ഈസ് CH3NO2, Cl3, CaNO2, CHCl3, നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ക്ലോറോപിക്രിൻ എന്ന് പറഞ്ഞാൽ നൈട്രോക്ലോറോഫോമിന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നൈട്രോക്ലോറോഫോം ഏതാണ്? Cl3NO2. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാറ്റ് ഡൈ? വാറ്റ് ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെസലിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡൈസ് ആണത്. അപ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്നതാണ് നാച്ചുറൽ ഡൈ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതാണ് നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ? ഇൻഡിഗോ. അടുത്ത ക്വസ്റ്റ്യൻ, Paterno-Bucci റിയാക്ഷൻ ഈസ് റീഅറേഞ്ച്മെന്റ് ഓഫ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ, ഫോട്ടോസെൻസിറ്റൈസേഷൻ ഓഫ് ബ്യൂട്ടാഡൈൻ, ഫോട്ടോകെമിക്കൽ ഓക്സിഡേഷൻ, സൈക്ലോ അഡീഷൻ ഓഫ് കാർബണേറ്റ് കോമ്പൗണ്ട് ടു ആൽക്കീൻ. അപ്പോൾ Paterno-Bucci റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കീറ്റോണും ഒരു ഒരു ആൽക്കീനും കൂടി ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് റിയാക്ട് ചെയ്തിട്ട് ഒരു 4 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും. ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ പറയുന്നതാണ് ഓക്സിറ്റൈൻ എന്ന് പറയും. അതായത് 4 മെമ്പേർഡ് റിംഗ് വിത്ത് ഓക്സിജൻ, അതാണ് ഓക്സിറ്റൈൻ. അപ്പോൾ ഇതാണ് എന്ത് Paterno-Bucci റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ 2+2 അഡീഷൻ ആണ്. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടുത്തെ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് 4 മെമ്പേർഡ് റിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? സൈക്ലോ അഡീഷൻ എന്ന് പറയുന്നത്. സൈക്ലോ അഡീഷൻ ഓഫ് കാർബണേറ്റ് കോമ്പൗണ്ട് വിത്ത് ആൽക്കീൻ ആണ് Paterno-Bucci റിയാക്ഷൻ ടു ഫോം ഓക്സിറ്റൈൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇമാനുവലോ പാറ്റേണോ അതേപോലെ ജോർജ് ബുച്ചി, ഇവരുടെ പേരാണ് Paterno-Bucci റിയാക്ഷൻ എന്നുള്ളത്. ആൻറ്റി റീഡിപ്പോസിഷൻ ഏജന്റ് ഇൻ ഡിറ്റർജന്റ്, STPP, CMC, SDS, സോഡിയം പെർബോറേറ്റ്. അപ്പോൾ ഈ ആൻറ്റി റീഡെപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർജൻറ്റ് വെച്ച് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ സോയിൽസ് എല്ലാം എന്ന് വെച്ചാൽ ഫാബ്രിക്കിൽ നിൽക്കാതിരിക്കാൻ, അതായത് അതിൽ നിന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിറ്റർജൻറ്റിൽ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ആൻറ്റി റീഡിപ്പോസിഷൻ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അതേതാണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ STPP എന്ന് പറഞ്ഞാൽ സോഡിയം ട്രൈ ഫോസ്ഫേറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം, മഗ്നീഷ്യം, അയൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാതെ ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു കോമ്പൗണ്ടാണ്. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക, സോഡിയം ട്രൈ ഫോസ്ഫേറ്റ്. അടുത്തത് CMC ആണ്, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സോയിൽ സസ്പെൻഷൻ പോളിമർ ഡിസൈൻഡ് ടു ഡെപ്പോസിറ്റ് ഓൺ ടു cotton or other cellular fabric, creating a negative charge barrier to soil in the wash solution. അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻ. SDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഡോഡക്കൈൽ സൾഫേറ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഡോഡക്കൈൽ സൾഫേറ്റ്, സോഡിയം ഡോഡക്കൈൽ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഡീനേച്ചറിങ് പോളി അക്രിലാമൈഡ് ജെല്ലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it used for determination of protein molecular weight. പിന്നെയുള്ളത് സോഡിയം പെർബോറേറ്റ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ആക്റ്റീവ് ഓക്സിജൻ ഇൻ മെനി ലോണ്ടറി ഡിറ്റർജൻറ്റ് ക്ലീനിങ് പ്രോഡക്ട്സ്. അതാണ് സോഡിയം പെർബോറേറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് CMC ആണ്, കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ആൻറ്റി റീഡിപ്പോസിഷൻ ഏജൻറ്റ്. അപ്പോൾ ഇതിൽ ഈ ഓരോന്നിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, ജസ്റ്റ് അതിൻ്റെ ഒരു യൂസ് എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരാ അസോക്സി ആനിസോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെമി കണ്ടക്ടർ, സൂപ്പർ കണ്ടക്ടർ, ലിക്വിഡ് ക്രിസ്റ്റൽ, നൺ ഓഫ് ദിസ്. അപ്പോൾ ഈ പാരാ അസോക്സി അനിസോൾ എന്ന് പറയുന്നതിനേക്കാളും PAA എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കൊക്കെ മനസ്സിലാകും. PAA എന്ന് കുറേ ആൾക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു സംഭവം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റലായിട്ട് മാറും. ഇതൊരു സോളിഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റലായിട്ട് മാറും. അപ്പോൾ ഇത് എന്താണ് മോസ്റ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ക്രിസ്റ്റലാണ് PAA എന്ന് പറയുന്നത്. അത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ അതിന് വേണ്ടിയിട്ടാണ് PAA യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ. Which of the following will occur farthest downfield in HNMR spectrum?
അപ്പോൾ ഈ ഹൈഡ്രജൻ NMR പ്രോട്ടോൺ NMR സ്പെക്ട്രത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പീക്സ് കിട്ടുന്നെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഡൗൺ ഫീൽഡ്, അപ്പ് ഫീൽഡ്, ഡി ഷീൽഡഡ്, ഷീൽഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പുറത്തുനിന്നൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ഈ ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യില്ല, അത്രയും ഫീൽഡ് കിട്ടില്ല. കാരണം അതിന് ചുറ്റും എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയസിന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഷീൽഡ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഷീൽഡഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ കൊടുക്കുന്നതിനേക്കാളും എക്സസ് ആയിട്ട് ഫീൽഡ് കൊടുക്കേണ്ടി വരും. എന്നാലും മാത്രമേ ന്യൂക്ലിയസിനെ നമുക്ക് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ അപ്പ് ഫീൽഡ് എന്ന് പറയും. അത് ഷീൽഡഡ് പ്രോട്ടോൺസ് അപ്പ് ഫീൽഡിലായിരിക്കും. അതുപോലെ സപ്പോസ് അതിൻ്റെ അടുത്ത് നമ്മളൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസ് എല്ലാം എവിടേക്ക് പോകും, ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ പെർട്ടിക്കുലർ ആറ്റം അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്ലൗഡ് എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെയുള്ളതിന് നമ്മൾ ഡി ഷീൽഡഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടോൺസിന് ഡൗൺ ഫീൽഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. ആ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡൗൺ ഫീൽഡ് അപ്പ് ഫീൽഡ് കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇതൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് എന്ത് അപ്പ് ഫീൽഡ്, ലെഫ്റ്റ് സൈഡാണ് എന്ത് ഡൗൺ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു വാല്യൂസിൻ്റെ ഒരു റേഞ്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഏകദേശം എത്രയൊക്കെ വരും എന്നുള്ളത്. ഇപ്പോൾ ആൽഡിഹൈഡ് ആണെങ്കിൽ 9 to 10, ആസിഡ് ആണെങ്കിൽ 10 to 12, അങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് 4 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് ഏറ്റവും ഡൗൺ ഫീൽഡ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ലെഫ്റ്റിലുള്ള വാല്യൂ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബെൻസീൻ എന്ന് പറയുന്നത് 6 to 7 ആണ് ഏകദേശം വരിക. PPM എന്നുള്ളതാണ് അതിൻ്റെ PPM-ലാണ് അത് പറയുക. ഈതേന്ന് പറയുന്നത് 2 to 3 PPM ആണ്. ഈതർ എന്ന് പറയുന്നത് 3 to 4 PPM ആണ്. അതേപോലെ ഫോർമാൽഡിഹൈഡ് പറഞ്ഞാൽ 9 to 10 ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ളത്, ആൽഡിഹൈഡ് ആണ് ഏറ്റവും ലെഫ്റ്റിലുള്ളത് ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതെല്ലാം സ്പെക്ട്രോസ്കോപ്പി പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, 1 mole of sugar is dissolved in 3 mole of water. Relative lowering of vapor pressure is 1/2, 1/3, 1/4, 1/5. അപ്പോൾ റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഈക്വൽ ആണ്. ആ ഒരു ലോനെ പറയുന്ന പേരാണ് റോൾസ് ലോ. ഞാൻ എഴുതാൻ വിട്ടുപോയി, RAOULTS, റോൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ N2 ബൈ, ഇപ്പോൾ X2 എന്നാണ് എടുക്കുന്നതെങ്കിൽ N2 ബൈ N1 പ്ലസ് N2, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അത് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതാണ് എന്ത് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മോൾ ഓൾറെഡി തന്നിട്ടുണ്ട്, 1 mole ഓഫ് ഷുഗറും 3 mole ഓഫ് വാട്ടറുമാണ്. അപ്പോൾ നമ്മൾ മോളിൽ സോളിഡിൻ്റെ എഴുതുന്നത്, അപ്പോൾ 1/1 + 3 = 1/4. അപ്പോൾ ആൻസർ എന്താണ്, 1/4. Which of the following solution would produce maximum elevation in boiling point? അപ്പോൾ ഈ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ΔTB = അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ I × KB × M. അപ്പോൾ I എന്ന് പറയുന്നത് വാൻ ഹോഫ് ഫാക്ടറാണ്, KB എന്ന് പറയുന്നത് മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ്, M എന്ന് പറയുന്നത് മൊളാലിറ്റി. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I വെച്ചിട്ടാണ്, അതായത് വാൻ ഹോഫ് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മളിത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളൊരു കോമ്പൗണ്ട് എടുത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര ഫ്രാക്ഷൻസ് കിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാൻ ഹോഫ് ഫാക്ടർ പറയുക. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂക്കോസ് സുക്രോസ് എല്ലാം ഡിസോസിയേറ്റ് ചെയ്യില്ല. അങ്ങനെയില്ലേന്ന് എന്തായിരിക്കും, വാൻ ഹോഫ് ഫാക്ടർ 1 ആയിരിക്കും. നമ്മുടെ അയോണിക് കോമ്പൗണ്ട്സിന് എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. ഇപ്പം ബേരിയം നൈട്രേറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു Ba2+ 2 NO3- കിട്ടും, അതായത് 3 അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ I എന്ന് പറയുന്നത് 3 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റിൽ പറഞ്ഞാൽ ഒരു Mg2+, ഒരു SO4 അതായത് Iൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. അപ്പോൾ Iക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിനും സൂക്രോസിനും എത്രയാണ്, 1 ആണ്. ബേരിയം നൈട്രേറ്റിന് 3 ആണ്. മഗ്നീഷ്യം സൾഫേറ്റിന് 2 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ആർക്കാണ്, ബേരിയം നൈട്രേറ്റിനാണ്. അതുകൊണ്ട് അതിനായിരിക്കും മാക്സിമം എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഐസോട്ടോണിക് സൊല്യൂഷൻ ഹാവ് same freezing point, same boiling point, same viscosity, same osmotic pressure. Same osmotic pressure ഉള്ള സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. The metal ion present in phosphotransferase enzyme. മഗ്നീഷ്യാണ് ആ ഒരു എൻസൈമിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, the number of metal bond present in Cu2 are COO 4 times
2H2 അതായത് കോപ്പർ അസിറ്റേറ്റിൽ ഉള്ള അതിൻ്റെ ഡൈമറിലുള്ള മെറ്റൽ ബോണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D9S2 എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഈ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ എങ്ങനെ കാണാം? 2 × X അതാണ് നമുക്ക് കാണേണ്ടത്. +4 ഒരു അസിറ്റേറ്റ് അയൺ 2 ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. അപ്പോൾ കോപ്പർ 4+ എന്ന് പറയുന്നത് എന്താണ്? 4 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യണം. 2 ഇലക്ട്രോൺ എസ് എന്നും 2 ഇലക്ട്രോൺ ഡി എന്നും പോയി. അപ്പോൾ ടോട്ടൽ D7 ആയി. അപ്പോൾ ഇവിടെ 2 കോപ്പർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയാണ്? 14 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇനി നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ എനർജി ഡയഗ്രം ഉണ്ട്. അപ്പോൾ എനർജി ഡയഗ്രത്തിൽ ഈ ഒരു ലൈൻ വരച്ചിട്ടിന് താഴേക്ക് ബോണ്ടിങ് ഓർബിറ്റലും മുകളിലേക്ക് ആൻറ്റി ബോണ്ടിങ്ങും ആണ്. സിഗ്മ, പൈ, ഡെൽറ്റ, ഡെൽറ്റ സ്റ്റാർ, പൈ സ്റ്റാർ, സിഗ്മ സ്റ്റാർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 14 ഇലക്ട്രോൺസ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ബോണ്ട് ഓർഡർ എങ്ങനെ കാണാം? ½ × നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ ബോണ്ട് ഓർഡർ എത്രയാണ്? 1 ആണ്. ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു കോമ്പൗണ്ട് സ്ട്രക്ചറാണിത്. അപ്പോൾ ഇത് അടുത്ത ആർട്ടിക്കിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസ്ഡ് ആസ് അനസ്തെറ്റിക്. അപ്പോൾ അനസ്തെറ്റിക് യൂസ് ചെയ്യുന്നത് നമുക്ക് വേറൊരു പേര് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പറയാൻ പറ്റും. ലോഫിൻ ഗ്യാസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് എന്ത് അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരെന്താ? N2O. The following pair has highest difference in the ionization energy. First ionization energy. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ ഇലക്ട്രോണിന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എനർജീൻ്റെ എമൗണ്ട് ആണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അയണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ മുകളിലാകുമ്പോൾ എന്താ? സൈസ് കുറവാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഇലക്ട്രോൺ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും എന്താണ്? സൈസ് കൂടുന്നുണ്ട്. സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇലക്ട്രോണിനെ എടുക്കാം. അപ്പോൾ അയണൈസേഷൻ എനർജി എന്താണ്? കുറവാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിലില്ലേനായിരിക്കും എന്ത്? അയണൈസേഷൻ എനർജി കൂടുതൽ. അപ്പോൾ ഇതിൽ ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തന്ന മോളിക്യൂൾ എന്താണ്? ഒന്ന് നോബിൾ ഗ്യാസ് ആണ്, ഒന്ന് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നിയോണും സോഡിയം ആണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ളത്. നെക്സ്റ്റ് ലിഗാൻഡ് ഇൻ ക്രോമസീൻ. ക്രോമോസീൻ എന്ന് പറയുന്നത് ക്രോമിയത്തിൻ്റെ ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടാണ്. ക്രോമിയവും അതേപോലെ സൈക്ലോപെൻഡഡൈനും കൂടി ഫ്യൂസ് ചെയ്തിട്ടൊരു സാൻഡ്വിച്ച് കോമ്പൗണ്ട് ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് ക്രോമോസീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സൈക്ലോപെൻഡഡൈൻ ആനിയോൺ ആണ് എന്ത് നമ്മുടെ കോമ്പൗണ്ട്. അപ്പോൾ ഇതിൽ 16 വാലൻസ് ഇലക്ട്രോൺ ആണ്. ഇത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്ത കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്. അത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് എടുക്കുമ്പോൾ പറയാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ബാക്കി ഒരുവിധം എല്ലാം എന്തിന് 18 ഇലക്ട്രോൺ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? C5H5 2-. ഇത് പാരാമാഗ്നറ്റിക് ആണ് ഈ കോമ്പൗണ്ട്. Calculate number of microstate in 5 identical particles with their occupation 1, 2, 3 in 3 states. അപ്പോൾ മൈക്രോസ്റ്റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതായത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അതവിടെ കൊടുക്കുക. അതിൻ്റെ ഫാക്ടോറിയൽ കാണാം. ബാക്കി ഓക്യുപ്പേഷൻ എങ്ങനെയാണോ വെച്ചാൽ അതിൻ്റെ ഫാക്ടോറിയൽ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 4 × 3 × 2 × 1 അങ്ങനെ എഴുതുന്നതാണ്. അതായത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് തൊട്ടിട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 10 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എത്രയാണ്? 10 ആണ്. ദ അഗ്രിഗേഷൻ ഓഫ് സർഫാക്റ്റന്റ് മോളിക്യൂൾ ഈസ് നോൺ ആസ്, ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്താണ്? മിസെല്ലയാണ് എന്ത് സർഫാക്റ്റൻ്റ് അഗ്രിഗേഷന് പറയുന്ന പേര്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ബോണ്ട്സ് വെച്ചിട്ട് ഒരുപാട് മെറ്റൽ ബോണ്ട്സ് വെച്ച് ഒരു വലിയ സ്ട്രക്ചർ ഉണ്ടാവും. അതിനെയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്, മെറ്റൽ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ജെൽ എന്ന് പറയുന്നത് ഒരു കൊളോയിഡാണ്. അതിൽ ലിക്വിഡും സോളിഡും ആയിട്ടാണ്. അത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും ആയിരിക്കും. കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലൊരു ഡിസ്പേർഷൻ മീഡിയം ഒരു ഡിസ്പേർഷൻ ഫേസും ഉണ്ടാകും. അങ്ങനെയുള്ള കൊളോയിഡ്സ് കുറേ ഉണ്ട്. ജെല്ല് എന്ന് പറയുന്നത് ഒരു കൊളോയിഡാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? മിസെല്ലെ. നെക്സ്റ്റ് the Lindemann mechanism of unimolecular reaction, the observed order at a very high pressure. അപ്പോൾ ഈ ലിൻഡ്മാൻ യൂണിമോളിക്കുലർ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: K1 K2 MA / K2 + K 1 M.
അപ്പോൾ ഇത് നമ്മൾ ഹൈ പ്രഷർ എന്ന് പറയുന്ന സമയത്ത് ഈ K ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് K2-നേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം, ഈ K2 എന്നുള്ള ടേം നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് K1 K2 ബൈ K ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് കിട്ടും. അത് റേറ്റ് എന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ലോവർ ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവേഴ്സ് K ഇൻവേഴ്സ് 1 mn ആയിരിക്കും, K2-നേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, K ഇൻവേഴ്സ് 1 ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ K2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, K1 m ഇൻറ്റു എ. അതായത് റേറ്റ് എന്തിനെല്ലാം പ്രൊപ്പോർഷനിലാണ്, കോൺസെൻട്രേഷൻ ഓഫ് എമ്മിനും കോൺസെൻട്രേഷൻ ഓഫ് എയിനും പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്താണ്, സെക്കൻഡ് ഓർഡർ. അപ്പം നമ്മളിത് കൈനറ്റിക്സ് എടുക്കുമ്പോൾ ഈ ഒരു പോർഷൻ പറയാം. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്ര മാത്രമേ അറിയേണ്ടൂ. അതിൽ ലിൻഡർമാൻ മെക്കാനിസത്തിൻ്റെ റേറ്റ് ഇക്വേഷൻ പഠിക്കുക. അതുപോലെ തന്നെ ഹൈ പ്രഷറിൽ ഫസ്റ്റ് ഓർഡറും ലോ പ്രഷറിൽ സെക്കൻഡ് ഓർഡറും ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്താണ്, D1 ആണ്, ഫസ്റ്റ് ഓർഡർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഫെർമിയോൺ? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആൻഡ് ഫോട്ടോൺ. അപ്പോൾ ഫെർമിയോൺ എന്ന് പറയുന്നത് ഓഡ് ഹാഫ് ഇൻറ്റീജർ ഉള്ള സ്പിന്നുള്ള പാർട്ടിക്കിൾസ് നമ്മൾ പറയുന്ന പേരാണ് ഫെർമിയോൺ. അതായത് 1/2, 3/2 ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ടുള്ള ഹാഫ് ഇൻറ്റീജേഴ്സ് ആയിട്ടുള്ള സ്പിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫെർമിയോൺ എന്ന് പറയും. അപ്പോൾ അതിൽ പെട്ടതാണ് എന്ത്, ക്വാർക്ക്, ലെപ്റ്റോൺ, അതേപോലെ കോമ്പോസിറ്റ് പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എല്ലാം എന്താ ഫെർമിയോൺസിൽ പെട്ടതാണ്. ഇനി ബോസോൺ എന്ന് പറയുന്നത് ഇൻഡിജർ സ്പിന്നുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ബോസോൺ. അതിൻ്റെ എക്സാമ്പിൾ ഫോട്ടോൺ, ഗ്ലൂവോൺ, W ആൻഡ് Z ബോസോൺസ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ഫെർമിയോൺ ഏതാ അല്ല എന്നാണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, കോമ്പോസിറ്റ് പാർട്ടിക്കിൾസ് എന്താണ്, ഫെർമിയോൺസ് ആണ്. ഫോട്ടോൺ എന്തല്ല, ഫെർമിയോൺ അല്ല, അതൊരു ബോസോൺ ആണ്. അപ്പോൾ ആൻസർ എന്താ, ഫോട്ടോൺ. An aqueous solution of sodium chloride and HCl exactly neutralized by an aqueous sodium hydroxide solution. The number of components in the final mixture. അപ്പോൾ ഇവിടെ സോഡിയം ക്ലോറൈഡും HCl NOH കൂടി ന്യൂട്രലൈസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡും ബേസും ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, വാട്ടറും സോൾട്ടും കിട്ടും. അപ്പോൾ ഇവിടെ 2 NaCl ഒരു H2 ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കമ്പോണൻസ് എന്ന് പറയുന്നത് എത്ര വരും, 2 വരും. അതായത് ഒരു സോളിഡും ഒരു ലിക്വിഡും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കമ്പോണൻസ് എത്രയാണ്, 2 ആണുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനസ് മിക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫേസ് എന്തായിരിക്കും, ഒറ്റ ഫേസ് മാത്രമേ ഉള്ളൂ, 2 കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും. The interplanar distance for 100 plane in a cubic structure with a lattice parameter 4 angstrom is. അപ്പോൾ interplanar distance കാണേണ്ട ഇക്വേഷൻ ഇതാണ്. DHKL എന്ന് പറയുന്നത് A ഡിവൈഡഡ് ബൈ h² പ്ലസ് k² പ്ലസ് l². അപ്പോൾ ഈ ഇവിടെ എ എന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ക്യൂബിക് ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ റൂട്ട് എന്ന് വരും, റൂട്ട് a² എന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എ എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ HKL എന്ന് പറയുന്നതാണ് ഈ പ്ലെയിനിൻ്റെ ഈ ഒരു ടേമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എ തന്നിട്ടുണ്ട് 4 ആങ്സ്ട്രോം എന്നുള്ളത്, HKL എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഡിയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4 ആങ്സ്ട്രോം എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര, 4. ദ ഹെട്രോസൈക്ലിക് റിംഗ് പ്രസൻറ്റ് ഇൻ ദ അമിനോ ആസിഡ് ഹിസ്റ്റഡിൻ. അപ്പോൾ ഹിസ്റ്റഡിൻ്റെ സ്ട്രക്ചർ അറിയണം. ഇതാണ് ഹിസ്റ്റഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ ഹിസ്റ്റഡിൻ്റെ കോമ്പൗണ്ടിൽ ഏത് റിംഗ് ആണുള്ളത് എന്നാണ്, ഈ ഒരു റിംഗ് ആണുള്ളത്. ഈ റിംഗിനെ നമ്മൾ എന്ത് പറയും, ഇമിഡസോൾ എന്ന് പറയും. അത് 1,3 പൊസിഷനിൽ നൈട്രജൻ ഉണ്ട്. 5 മെമ്പേർഡ് റിംഗിനെ പറയുന്ന പേരാണ് ഇമിഡസോൾ. അപ്പോൾ ഇതിലുള്ള റിംഗ് ഏതാന്ന്, ഇമിഡസോൾ ആണ്. നെക്സ്റ്റ്, ഇത് ബയോസിന്തറ്റിക് പ്രിക്കോസർ ഓഫ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൻ്റെ പ്രിക്കോസർ മോളിക്യൂളാണ് മെവലോണിക് ആസിഡ് ആണ് അതിൻ്റെ പ്രിക്കോസറായിട്ട് യൂസ് ചെയ്യുന്നത്. 72 ഇൻ ദ IR സ്പെക്ട്രം അബ്സോർപ്ഷൻ ബാൻഡ് ഡ്യൂ ടു കാർബണിൽ ഗ്രൂപ്പ് ഇൻ ഫീനൈൽ അസിറ്റേറ്റ്. അപ്പോൾ ഫീനൈൽ അസിറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു എസ്റ്റർ ആണ്. അപ്പോൾ എസ്റ്ററിൻ്റെ സാധാരണയുള്ള റേഞ്ച് പറഞ്ഞാൽ 1735 to 1750 ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺജുഗേഷൻ എല്ലാം വരുന്ന സമയത്ത് അതിൽ ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു കൂടുതലുള്ള വാല്യൂ ആയിരിക്കും. കാരണം ഇവിടുത്തെ ഈ കാർബണിൻ്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് കൊണ്ട് ഈ ഡബിൾ ബോണ്ടിന് ഒരു ട്രിപ്പിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. അതായത് കുറച്ചും കൂടി കൂടുതൽ വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഏകദേശം 1760 സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൻ്റെ അടുത്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പീക്കിൻ്റെ ഒരു റേഞ്ച് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. The compound that behave as an acid in liquid HF. അപ്പോൾ ഈ ലിക്വിഡ് HF എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുക,
നോൺ അക്വസ് ആയിട്ടുള്ളൊരു സോൾവെൻ്റ് ആണ് ലിക്വിഡ് HF എന്ന് പറയുന്നത്. അപ്പോൾ HF ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി ഇവിടെ 2 ആണ്, 3 ആണ്. ഓക്കെ, 3HF എന്ന് പറയുന്നത് ഇത് പറഞ്ഞാൽ ഓട്ടോ അയണൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ H2F+ഉം HF2- കിട്ടും. അതായത് ഡൈഹൈഡ്രിഡോ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ആസിഡായിട്ട് ബിഹേവ് ചെയ്യും. HF2- അല്ലെങ്കിൽ ഡൈഫ്ലൂറോ ഹൈഡ്രജനേറ്റ് ആണ് തരുന്നതെങ്കിൽ അത് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈഡ്രജൻ ബോണ്ട്സിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് പറയുന്നത് HF2- ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ HF-ൽ ലിഥിയം ഫ്ലൂറൈഡ്, സോഡിയം ഫ്ലൂറൈഡ്, അസിറ്റിക് ആസിഡ്, നമ്മുടെ അക്വ സൊല്യൂഷനിലെ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ആയിട്ടുള്ള HCl, H2SO4, HNO3, HClO4 എല്ലാം HF-ൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. HClO4 ആംഫോട്ടറിക് ക്യാരക്ടറും അതിന് കാണിക്കുന്നുണ്ട്. അതായത് അത് ബേസ് ആയിട്ടും ആക്ട് ചെയ്യാം, അതുപോലെ ആസിഡായിട്ടും ആക്ട് ചെയ്യാം. ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത് ലൂയിസ് ആസിഡ്സ് ആയ BF3, ASF5, SBF5, അതുപോലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു OH റീപ്ലേസ് ചെയ്തിട്ട് ഫ്ലൂറിൻ കൊടുക്കുന്ന HSO3F, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആസിഡ് ബിഹേവിയർ കാണിക്കുള്ളൂ. അപ്പോൾ നോൺ അക്വസ് സൊല്യൂഷനിൽ പഠിക്കുന്ന സമയത്ത്, നോൺ അക്വസ് സോൾവൻസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഓട്ടോ അയണൈസേഷൻ പഠിക്കുക. അതിലത്തെ ബേസ് ആഫോട്ടറിക് ആയിട്ടുള്ളത്, അതുപോലെ ആസിഡിക് ബിഹേവിയർ കാണിക്കുന്നതിന് എക്സാമ്പിൾസ് നോക്കി വെക്കുക. ഇപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? BF3 ആണ്. Among the oxides of nitrogen, N2O3, N2O4, N2O5 which have NN bond. അപ്പോൾ നമുക്ക് എന്തറിയണം? ഇതിൻ്റെ സ്ട്രക്ചർ അറിയണം. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ഡോട്ട് വെച്ചിട്ട് നമ്മളൊരു ആറ്റത്തിന് ചുറ്റും ബാലൻസ് ഇലക്ട്രോൺ ഡോട്ട് ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബോൺസ് ഒക്കെ കൊടുത്ത് നമുക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചേഴ്സ് ഇതൊക്കെയാണ്. N2O3, N2O4, N2O5ൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് NN ബോണ്ട് ഏതിൽ മാത്രമില്ല, N2O5ൽ മാത്രം NN ബോണ്ട് ഇല്ല, N2O3ലും N2O4ലും മാത്രമേ NN ബോണ്ട് ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ട്രൈക്ലിനിക് ക്രിസ്റ്റൽ ഈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പാരാമീറ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കുക. ഈ ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾസ് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് എഴുതാനൊന്നും പറ്റില്ല. അതായത് ഇന്നതാണെന്നൊന്നും ആ കോമ്പൗണ്ട് ഒന്നും കണ്ടിട്ട് നമുക്ക് പെട്ടെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ആ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ട്രൈക്ലിനിക്കിൽ ഈ ഒരു ടേബിളിൽ കോപ്പർ സൾഫേറ്റ് 5H2 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൻസർ. അത് നമുക്ക് കോപ്പർ സൾഫേറ്റ് ഇങ്ങനെ കണ്ടിട്ട് ട്രൈക്ലിനിക് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എക്സാമ്പിൾസ് കൂടി പഠിച്ചു വെക്കുക. The liquid crystal have properties of supercooled liquid, properties of amorphous solid, fluidity of liquid and optical property of solid, none of this. അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ അതൊരു കൊളോയിഡ് ഫോം പോലെയുള്ള ഒരു കാര്യമാണ്. അതായത് എന്താ പറയുക, അതിലെന്ന് പറഞ്ഞാൽ അനൈസോട്രോപ്പി ഉള്ളത് കൊണ്ട് തന്നെ അത് ബയോഫ്രിഞ്ചസ് എന്നുള്ള, അതായത് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് അതിന് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ ക്യാരക്ടേഴ്സും അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് തെർമൽ എക്സ്പാൻഷൻ, അങ്ങനെ ഒരു പ്രോസസ്സ് കൂടി ലിക്വിഡ് ക്രിസ്റ്റലിലുണ്ട്. അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെയും സോളിഡിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാം? രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കാം. അപ്പോൾ ആൻസർ എന്താണ്? ഫ്ലൂയിഡിറ്റി ഓഫ് ലിക്വിഡും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡും ആണ്. X-ray diffraction does not give any structural information for metallic bond, ionic solid, molecular solid, amorphous solid. അപ്പോൾ ഇതിൽ XRD എന്ന് പറയുന്നത്, എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സോളിഡിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇൻ്റർപ്ലാനാർ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യും, അതുപോലെ അതിൻ്റെ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറഗുലറാണ്. അതായത് അതിന് പ്രോപ്പറായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യില്ല, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് അമോർഫസ് സോളിഡിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് XRD ചെയ്യാൻ പറ്റില്ല. നമ്മളത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ് നോർമലി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോയിങ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്രീൻ സിന്തസിസ് ഈസ്.
synthesis of malachite green, Friedecraft acylation of anisole with acetic anhydride and anhydrous aluminum chloride, John oxidation of benzyl alcohol to benzoic acid, Diels-Alder reaction of furan and malic acid in water. അപ്പോൾ ഗ്രീൻ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോൺ ടോക്സിക് ആയിട്ടില്ല, സേഫ് ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് അല്ലെങ്കിൽ സിന്തസിസിനെ പറയുന്ന പേരാണ് ഗ്രീൻ സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ ഡീൽസ്-ആൽഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ്, അതായത് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. അപ്പോൾ അതിനെയാണ് അതാണ് ഈ തന്തിൽ വെച്ചിട്ട് ഒരു ഗ്രീൻ സിന്തസിസ് ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഡീൽസ്-ആൽഡർ റിയാക്ഷൻ ഓഫ് ഫ്യൂറാൻ ആൻഡ് മലിക് ആസിഡ് ഇൻ വാട്ടർ. 17th question, monosaccharide is not reactive with the tolerance reagent sodium bisulfate, acetic anhydride and hydroxylamine. അപ്പോൾ ഈ മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതിൽ മെയിനായിട്ടുള്ള ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ്? OH ഗ്രൂപ്പ് ഉണ്ടാകും, അതുപോലെ ആൽഡിഹൈഡ് ഉണ്ടാകും, അല്ലെങ്കിൽ കീറ്റോൺ ഉണ്ടാകും. അപ്പോൾ ഈ ആൽഡിഹൈഡും കീറ്റോണും അല്ലെങ്കിൽ OH-ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റാത്തത് ഏതാണോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ സോഡിയം ബൈസൾഫേറ്റ് എന്ന് പറയുന്നത് ആൽഡിഹൈഡിൽ അഡീഷൻ പ്രോഡക്റ്റ് തരുന്ന ഒരു റിയേജൻ്റ് ആണ്. പക്ഷേ ഇത് കീറ്റോണിലും തരും, പക്ഷേ കീറ്റോണിൽ മീഥൈൽ കീറ്റോണിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സോഡിയം ബൈസൾഫേറ്റ് റിയാക്ഷൻ തരുള്ളൂ. കാരണം അത് സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്നുള്ളൊരു ഫാക്ടർ ഉള്ളത് കൊണ്ട് സോഡിയം ബൈസൾഫേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിലത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് സോഡിയം ബൈസൾഫേറ്റ് വെച്ചിട്ട് മോണോസാക്കറൈഡ്സ് റിയാക്ഷൻസ് തരില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ പോളാർ അപ്രോട്ടിക് സോൾവെന്റ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഈ പോളാർ അപ്രോട്ടിക് സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ഹൈഡ്രജൻ ഇല്ലാത്തതിനെ നമ്മൾ പോളാർ അപ്രോട്ടിക് എന്ന് പറയും. അപ്പോൾ അതിന് പോളാറും ആയിരിക്കും, അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്നായിരിക്കും, ഇന്റർമീഡിയറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇല്ലത്തിൽ വെച്ചിട്ട് DMF എന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ ഫോർമമൈഡ്, DMS എന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ സൾഫോക്സൈഡ്, THF എന്ന് പറഞ്ഞാൽ ടെട്രാഹൈഡ്രോഫ്യൂറാൻ. ഇപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ എന്തില്ല, അസിഡിക് ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ അത് പോളാർ അപ്രോട്ടിക് സോൾവെൻസ് ആണ് മൂന്നും. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് 80 ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഫാക്റ്റും, അതായത് അതിൻ്റെ ഓപ്ഷൻസിൽ വരുന്ന കുറച്ച് ഫാക്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, പക്ഷേ അത് കുറേ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ സ്പെക്ട്രോസ്കോപ്പിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ഇനി ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾ പറയുന്ന ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേറൊരു ആൻസർ തോന്നുന്നുണ്ടെങ്കിൽ, അല്ല ഇതിങ്ങനെയല്ല എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.